ഈ ഹെറോയിൻ, വീഡ്, ഗാഞ്ച ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ആ സമയത്തൊക്കെ ആൽക്കഹോളിലായിരുന്നു കൂടുതൽ കൺസ്യൂം ചെയ്തത്. ഇപ്പോൾ ആൽക്കഹോൾ ഉണ്ട്, ബട്ട് ഡ്രഗ് ഇസ് മച്ച് മോർ. എനി റീസൺ വൈ ഇത്രയും ഡ്രഗിന് ഇത്രയും ഒരു ഹൈപ്പ്? നമ്മുടെ നാട്ടിൽ എനിക്കറിയാം ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റിഗ്മറ്റൈസിങ് ഇതുണ്ടായിരുന്നല്ലോ. ഒരു ആൽക്കഹോളിക്, റൈറ്റ്. ഒരു കുടിയൻ്റെ വീട്, കുടിയൻ്റെ മാതാപിതാക്കന്മാർ എന്നൊക്കെ പറയുന്ന ഭയങ്കര ഒരു സോഷ്യലി ഓസ്ട്രാസൈസ് ചെയ്യുന്നൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതുമാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് നോട്ടീസബിളാണ്. നമുക്ക് ആൽക്കഹോൾ ഉപയോഗിക്കുക, ആൾ സ്മെല്ല്, അവരുടെ ലാംഗ്വേജ്, ഇതൊക്കെ മൊത്തത്തിൽ മാറും. അപ്പം പെട്ടെന്ന് പിക്ക് ചെയ്യും ആളുകളെ. അപ്പം അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ മറ്റു ഡ്രഗ്സ്, ഇപ്പം നമ്മുടെ MDMA ആകട്ടെ, അല്ലെങ്കിൽ കന്നാബിസ് ആകട്ടെ, അല്ലെങ്കിൽ ഹാഷിഷ് ഓയിലോ, അല്ലെങ്കിൽ LSD, സ്റ്റാമ്പ്, എന്ത് വെറൈറ്റി ഇതുകളാണെങ്കിലും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ഇതിൻ്റെ പല എഫക്ട്സിനും എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസ് അത്ര കാര്യമായിട്ടില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് ലെവലിലും ഒരു എക്സ്റ്റാറ്റിക് ലെവലുകളും ഒരു ഹാലുസിനേറ്ററി എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അതേ ഫീൽ ഹൈ, അത് ഉപയോഗിക്കുന്ന ആൾ ഹൈ, പാർട്ടി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഫീൽ ഹൈ, പക്ഷെ പുറമെയുള്ള ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യണില്ല. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഡിസ്റ്റിങ്ഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ പേഴ്സിൽ വെച്ച് കൊണ്ടുപോകാം, മറ്റേത് കുപ്പി അരയിൽ വെച്ച് കൊണ്ടുപോകണമെന്നൊക്കെ ആളുകൾ പെട്ടെന്ന് പിടിക്കില്ലേ. ഇതിപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു ഷിഫ്റ്റ് ഇതുണ്ട്. അതുപോലെ തന്നെ ഇത് പുഷ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുന്ന ആളുകൾ, അവർക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ, പാർസലായിട്ടും ഒക്കെ ചെയ്യാൻ, അതാണ് വലിയൊരു ഇതേക്കണത്. അതുപോലെ തന്നെ ഈ ആൽക്കഹോള് നല്ലൊരു കിക്ക് കിട്ടണമെങ്കിൽ എത്ര പഗ് അടിക്കണം? അതിനു പകരം ഇത് ചെറിയൊരു ഷോട്ടോ അല്ലെങ്കിൽ ജോയിന്റിന്റെ ഉപയോഗമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഇത് അവൈലബിലിറ്റിയും അതിൻ്റെ യൂസിനുള്ള ഈസും ആണ് കൂടുതലും ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഇതായിരിക്കണം. മാത്രമല്ല ഇത് ചിലപ്പോൾ നമ്മൾ അൺനോയിങ്ലി ഇപ്പം MDMA ഒക്കെ ജ്യൂസിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വൺസ് യു ആർ ഇൻ ടു ദാറ്റ് ഹൈ, പിന്നെ നമ്മൾ വേറെ പ്രിഫർ ചെയ്യില്ല. നമ്മൾ ബിരിയാണി കിട്ടിയ ആൾ കഞ്ഞി കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം MDMA കിട്ടിയ ആൾ പിന്നെ ഇതിലേക്കൊന്നും ഷിഫ്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ഒരു വലിയ ഷിഫ്റ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ കന്നാബിസിൻ്റെ ഒക്കെ യൂസിൽ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല രാജ്യങ്ങളിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഉള്ള യൂത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കുറേ സംസാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ആർട്ട് ഫീൽഡിലുള്ള ആളുകളൊക്കെ ഇത് ഉപയോഗിച്ച് ക്രിയേറ്റീവ് ആണല്ലോ, അപ്പോൾ പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഈ ക്രിയേറ്റിവിറ്റി എത്ര നാൾ നിലനിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ഒരു സിനിമ ഇറക്കി പിന്നെ ബാക്കി സമയം അഡിക്ഷൻ സെന്ററിൽ ജീവിക്കണോ, അതോ സ്റ്റഡിയായി പ്രൊഡക്റ്റീവ് ആകണോ എന്നൊക്കെ ചോദ്യമുണ്ട്. അതൊന്നും പക്ഷേ ഇതിലേക്ക് ആളുകൾ കാര്യമായിട്ട് ചിന്തിക്കില്ല, അതിനെക്കുറിച്ച് കൺസേൺ ആവില്ല എന്നുള്ളതാണ്.